നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിന്റെ ഐക്യജനതാദളിന് BJP കൊടുത്തതുപോലെ സീറ്റ് വിഹിതം ഇക്കുറി നൽകാനാവില്ല എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. NDAയ്ക്കുള്ളിലാണ് ഐക്യജനതാദളെങ്കിലും അവർ ഇടയ്ക്ക് വെച്ച് മുന്നണി വിട്ടുപോയതും അവിടെ ഉണ്ടായ അസ്വാരസ്യങ്ങളും എല്ലാം എടുത്തു പറയുമ്പോൾ ഇനി ഐക്യജനതാദളിന് ഇത്രയും സീറ്റ് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇതോടുകൂടി നിതീഷ് കുമാർ വീണ്ടും വെട്ടിലായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. LJPയുടെ നേതാവായ പശുപതി പാരസിന് കൂടുതൽ സീറ്റ് വേണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. 6 സീറ്റുകളാണ് NDA സഖ്യത്തിൽ BJP പശുപതി പാരസിന് കൊടുത്തിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന് കൂടുതൽ സീറ്റുകൾ, അതായത് 6-ൽ 6 ജയിച്ചത് കൊണ്ട് തന്നെ അവർക്ക് 8 സീറ്റുകൾ വേണം എന്ന രീതിയിലേക്ക് പോവുകയാണ്. ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയുടെ നേതാവായിട്ടുള്ള ജിതിൻ റാം മഞ്ചിക്കും ലോക്സഭാ സീറ്റിൽ കൃത്യമായി കണ്ണുണ്ട്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ സീറ്റുകൾ അവർക്കും വേണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ജിതിൻ റാം മഞ്ചി 2 ലോക്സഭാ സീറ്റുകൾ ആവശ്യപ്പെടുമ്പോൾ പശുപതി പാരസ് 8 ലോക്സഭാ സീറ്റുകൾ ആവശ്യപ്പെടുന്നു. ഇതെല്ലാം തന്നെ JDUവിൽ നിന്ന് തന്നെ കുറയ്ക്കാനാണ് BJPയുടെ തീരുമാനം. മാത്രമല്ല, ഇത്തവണ ഐക്യജനതാദളിന് വിജയസാധ്യത വളരെ കുറവുമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഒപ്പം തന്നെ നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഐക്യജനതാദളിന് കേവലം 45 നിയമസഭാ സീറ്റുകൾ മാത്രമേ കരസ്ഥമാക്കാൻ കഴിഞ്ഞുള്ളൂ. RJD ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുകയായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. RJD നേതാവായിട്ടുള്ള തേജസ്വി യാദവ് ഒരു കാര്യം നിതീഷ് കുമാറിനെ ഓർമ്മിപ്പിച്ചു: നിങ്ങൾ ഈ കാണിച്ച വർഗവഞ്ചനയ്ക്ക് കൃത്യമായി ജനങ്ങൾ മറുപടി തരും. കർപ്പൂരി ഠാക്കൂറിന് ഭാരത് രത്ന കൊടുത്തതിൻ്റെ പേരിലല്ല നിങ്ങൾ BJP സഖ്യത്തോടൊപ്പം ചേർന്നത്. നിങ്ങൾ BJPയുമായി ആലോചിച്ചെടുത്ത ഒരു പ്ലാനായിരുന്നു ഇത് എന്ന് ഞങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. പൊതുജനത്തെ ഇങ്ങനെയും വിഡ്ഢിയാക്കാം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിതീഷ് കുമാർ എന്നാണ് അദ്ദേഹം കൃത്യമായി ജനസമക്ഷം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, RJD നേതാവായ ലാലു പ്രസാദ് യാദവ് ഊർജ്ജസ്വലനായി രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. സകല സ്ഥലങ്ങളിലും റാലി സംഘടിപ്പിക്കുമ്പോൾ വൻ ജനാവലിയാണ് ബീഹാറിൽ അങ്ങോളം ഇങ്ങോളമുള്ളത്. അത് തീർച്ചയായും വലിയ തോതിൽ ഐക്യജനതാദളിൻ്റെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കും എന്ന് മാത്രമല്ല, ഐക്യജനതാദളിന് ഉദ്ദേശിച്ച വോട്ടോ സീറ്റോ ഒന്നും ലഭ്യമാകില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. BJPക്ക് പക്ഷേ ലോക്സഭാ സീറ്റിൽ കാര്യമായ കുറവുണ്ടാകില്ല എന്ന് തന്നെയാണ് ഇന്ത്യ ടുഡേ സർവേ പറയുന്നത്. എന്നാൽ ഐക്യജനതാദളിന് സീറ്റുകൾ കിട്ടുന്ന കാര്യത്തിൽ വളരെ സംശയമാണ്. കഴിഞ്ഞ തവണ കിട്ടിയതിൻ്റെ പകുതി പോലും അവർക്ക് നിലനിർത്താൻ കഴിയില്ല എന്ന് മാത്രമല്ല, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ 2 ലോക്സഭാ സീറ്റ് എന്ന രീതിയിലേക്ക് അവർ തകർന്നടിയും എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ഐക്യജനതാദളുമായി തെറ്റിപ്പിരിഞ്ഞുകൊണ്ട് ശരത് യാദവ് അദ്ദേഹത്തിൻ്റെ മരണസമയത്തിന് മുമ്പ് തന്നെ നിതീഷ് കുമാറിനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു: നിങ്ങളുടെ ഈ പാർട്ടി ശിഥിലമാകുന്ന കാലം വിദൂരമല്ല എന്നുള്ളത്. അത് സാക്ഷ്യം വഹിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, തേജസ്വി യാദവിനെ ഭാവി മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ച ഈ നേതാവ് ഇപ്പോൾ മറുകണ്ഠം ചാടി BJPയോടൊപ്പം ചേർന്ന് ഭരിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഒരു കാര്യം മാത്രമാണ് തേജസ്വി യാദവ് ഓർമ്മിപ്പിച്ചത്: ഞങ്ങൾ RJDക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്ന കാലം വിദൂരമല്ല. അതിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും, അതായത് 2025 വരെ എന്നുള്ള കാര്യം അദ്ദേഹത്തിനോട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്.